കല്യാണം കഴിഞ്ഞ ഒരാൾക്ക് മറ്റൊരു റിലേഷനും കൂടി അതിന്റെ സൈഡിൽ കൂടെ ഉണ്ടാകും എന്ന് അതിൽ 100% ഉറപ്പാണ് എന്നും പറയുന്നുണ്ട്. പക്ഷേ ഇന്നലെ ഒരു സ്ത്രീ എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര മോശം ക്യാരക്ടറാണ്, മോശം ക്യാരക്ടർ. അവരെന്നോട് ചോദിക്കുകയാണ്, നിനക്ക് വേറെ ആരെയും കിട്ടിയില്ലേ, ചെറിയ ചെക്കനെ കല്യാണം കഴിക്കാൻ കിട്ടുള്ളൂ, നിനക്ക് എന്താ കുറച്ച് പ്രായമായ കല്യാണം കഴിക്കുക. ഞാൻ പറയട്ടെ, ഞാൻ വയസ്സായ ആൾക്കാരെ കല്യാണം കഴിക്കണമെന്ന് എന്താ അത്ര നിർബന്ധം? ഞാൻ ചെറിയ ചെക്കനെ കെട്ടിയാൽ എന്താ എനിക്ക് പറ്റില്ലേ? എനിക്കിപ്പോൾ 32 വയസ്സ്, ഒരു 26, 27 വയസ്സായ ചെക്കന്മാരെ കല്യാണം കഴിച്ചു പറഞ്ഞിട്ട് അവർക്ക് പ്രശ്നമില്ലെങ്കിൽ ഞാൻ അവരുടെ കല്യാണം കഴിക്കണതിൽ എന്താ പ്രശ്നം? ഹായ്, ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കഴിഞ്ഞ 2 ദിവസത്തിന് മുന്നേ ഷാജിദ ഷാജി അവളുടെ വിവാഹം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചെക്കനുമായിട്ട്, ഒരു പയ്യനുമായിട്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇങ്ങനെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളുടെ സബ്സ്ക്രൈബറായ നമ്മളെ ഒട്ടുമിക്ക പേരും അത് അവളുടെ ഹസ്ബൻഡ് തന്നെയാണ് എന്ന് തന്നെയാണ് കരുതിയിരുന്നത്. ഇന്നലത്തെ ദിവസം ഇത് കണ്ടിട്ട്, ഈ വീഡിയോസ് ഫോട്ടോസ് ഒക്കെ കണ്ടിട്ട് അവരുടെ ഒരു സബ്സ്ക്രൈബർ ആ ഷാജിദയെ വിളിക്കുകയുണ്ടായി. വിളിച്ചിട്ട് ചോദിച്ച്, നീ എന്തിനാണ് ഇത്രയും ചെറിയ ചെക്കനെ കല്യാണം കഴിച്ചത്? കുറച്ചും കൂടി പ്രായമുള്ള ആരെങ്കിലും കല്യാണം കഴിച്ചാൽ പോരായിരുന്നോ എന്ന് ചോദിച്ചു. പക്ഷെ അത് ഷാജിദയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഷാജിദ ചോദിക്കുന്നത്, എനിക്ക് 32 വയസ്സേ ഉള്ളൂ, ഞാൻ കിളവിയാണോ, എന്നെക്കായി പ്രായം കുറഞ്ഞ ചെറുക്കൻ എന്നെ കെട്ടിയാല് എന്താണ് പ്രശ്നം, നാട്ടുകാർക്കാണോ പ്രശ്നം? ശരിക്കും അവരെന്ന് പറഞ്ഞാല് മറ്റൊരു രീതിയിലായിരിക്കില്ല അവളോട് ചോദിച്ചത്. ഈ 5 മക്കളുടെ കാര്യം ഓർത്തിട്ടായിരിക്കും. അല്ല, ഈ ഷാജിദയുടെ പ്രശ്നം എന്താ? അവരോടുള്ള സ്നേഹം കൊണ്ടാണ്, ആ ഷാജിദയോടും മക്കളോടുമുള്ള സ്നേഹം കൊണ്ടാണ് അവർ പറഞ്ഞത്. ഒരു ചെറിയ പയ്യനെ കല്യാണം കഴിച്ചു കഴിഞ്ഞ് ഈ 5 മക്കൾ നോക്കുവോ എന്നൊക്കെയുള്ള ഒരു ചിന്താഗതിയോടുകൂടിയാണ് എന്തായാലും അതൊരു അമ്മയായിരിക്കാം, അതുകൊണ്ട് അങ്ങനെ വിളിച്ച് ചോദിച്ചത്. പക്ഷെ അത് വേറൊരർത്ഥത്തിൽ കണ്ട്, അതൊരു നെഗറ്റീവായിട്ട് കണ്ട്, ഞാൻ കിളവിയല്ല, എനിക്കെന്താ ചെറിയ ചെറുക്കനെ കല്യാണം കഴിച്ചാൽ എനിക്ക് പറ്റില്ലേ എന്നൊക്കെയുള്ള ഒരു ധാർഷ്ട്യത്തോടു കൂടിയാണ് ഈ ഷാജിദ സംസാരിക്കുന്നത്. അപ്പൊ ഷാജിദ എന്റെ മഹർ കിട്ടി എന്നും പറഞ്ഞിട്ടാണ് വീഡിയോസ് ചെയ്യുന്നത് തന്നെ. ശരിക്കും ഷാജിദ ചോദിക്കുകയാണ്, ഞാൻ വയസ്സിനെ തന്നെ കല്യാണം കഴിക്കണമെന്ന് ആർക്കാണ് നിർബന്ധം? ഇപ്പൊ നമുക്കാർക്കും നിർബന്ധമില്ല. ആ കുട്ടികളുടെ ഭാവി കുട്ടികളെ ഓർത്തിട്ടായിരിക്കും പലരും അങ്ങനെയുള്ള കമന്റുകളും അല്ലെ വിളിച്ചൊക്കെ അന്വേഷിക്കുന്നത്. ഇതുപോലൊരു ഷാജിദയുടെ 6ാമത്തെ മകനാണോ എന്നൊക്കെയുള്ള കമന്റുകളും കാര്യങ്ങളും എല്ലാം വരുന്നത്. ഷാജിദ പറയുന്നുണ്ട്, കല്യാണം കഴിഞ്ഞ ഒരാൾക്ക് മറ്റൊരു റിലേഷനും കൂടി അതിന്റെ സൈഡിൽ കൂടെ ഉണ്ടാകും എന്ന് അതിൽ 100% ഉറപ്പാണ് എന്നും പറയുന്നുണ്ട്. പക്ഷെ എല്ലാവരുടെ കാര്യത്തിലും അങ്ങനെയൊന്നും പറയരുത്. അങ്ങനെ ഇല്ലാത്തവരും ഒരുപാടുണ്ട്. 100% ഒന്നും പറയാൻ പറ്റില്ല. എന്നാൽ നീ പറഞ്ഞതുപോലെ, ഷാജിദ പറഞ്ഞതുപോലെ അല്ലറ ചില്ലറ ആൾക്കാർക്കൊക്കെ അങ്ങനെയൊക്കെ കാണുമായിരിക്കാം. എങ്കിലും എല്ലാവരും ആ ഒരു രീതിയിലാണെന്ന് ചിന്തിക്കരുത്. നീ ഷാജിദ ആരെ കല്യാണം കഴിക്കണ്ട എന്നുള്ളത് ഷാജിദയുടെ ഇഷ്ടമാണ്. പക്ഷേ നിന്നോടുള്ള സ്നേഹം കൊണ്ടായിരിക്കാം ആരെങ്കിലും എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാൻ വരുന്നത്. പക്ഷെ അതെല്ലാം നെഗറ്റീവ് ചിന്തയിൽ എടുക്കാതെ അതെന്താണെന്നൊന്ന് ചിന്തിക്കാൻ നോക്ക്. എല്ലാവരോടും തട്ടിക്കയറുന്നതൊക്കെ ഒന്ന് നിർത്തിയിട്ട് പറയുന്നത് കുറച്ചൊക്കെ ഒന്ന് ചിന്തിക്കാൻ നോക്ക്. ഓരോരുത്തരുടെ ഇഷ്ടമാണ് ആരെ കല്യാണം കഴിക്കണ്ട എന്നൊക്കെ ഉള്ളത്. പക്ഷെ മറ്റുള്ളവരോട് സംസാരിക്കുന്നത് കുറച്ചൊന്ന് മെയിനായിട്ട് നിങ്ങൾ പറഞ്ഞല്ലോ, ലോക്കറ്റ് കിട്ടിയിട്ടാ പേരടിച്ച ലോക്കറ്റ് വന്നിട്ടോ. ഇതാണ് ലോക്കറ്റ്. പേരും കാര്യങ്ങളൊന്നും ഞാൻ കാണിക്കുന്നില്ല. പിന്നെ മെയിനായിട്ട് പേരും കാര്യങ്ങളും വേറെയുള്ളതും കാണിക്കാത്തത് അവരുടെ ഇഷ്ടമല്ലാണ്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ, ഞാനിപ്പോൾ അന്നൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഷോർട്സിൽ തന്നെ ഞാനിപ്പോൾ അത് പറയണമെന്നില്ല. അതാണ് എൻ്റെ ഹസ്ബൻഡ്. ഞാൻ ഒരു പാട്ടിട്ടു, ഞാനൊരു ഷോർട്സ് ഇട്ടു. പാട്ടിലൂടെ കുറച്ച് എൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുതന്നെയാണ് എൻ്റെ ഭർത്താവ് എന്ന് ഞാൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞാൻ വോയിസ് ഓവർ കൊടുക്കുക അല്ലെങ്കിൽ ഇതാക്കുക എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ എന്താ പറയുക, അതിനെ കൊട്ടി ആഘോഷിക്കാൻ കുറേ ചാനലുകാരെ എടുത്തിട്ടിട്ട് കുറേ ഓരോന്ന് പറഞ്ഞുണ്ടാക്കി. കുറേ ചാനലുകാർ അങ്ങനെയാണ് ഇങ്ങനെയാണ്, അതാണ് ഇതാണ്, ചെറിയ ചെക്കനെ പിടിച്ചു അങ്ങനെ ഇങ്ങനെയെന്ന്. ഞാൻ പറയട്ടെ, ചെറിയ ചെക്കന്മാരായാലും വലിയ ചെക്കന്മാരായാലും ഒരു 10-26 വയസ്സ് അവർക്ക് പക്വത എത്തിയ ആൾക്കാരാണ് അവർക്ക് പക്വത എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർക്കറിയാം അവരുടെ ലൈഫ് എന്താണ് ഏതാണെന്നൊക്കെ അവർക്ക് അറിയാൻ പറ്റും. അപ്പം അതിൽ എന്താ പറയുക, നിങ്ങൾ പറയുന്ന പോലെ ചെറിയ ചെക്കൻ, ഇന്നലെ ഒരു സ്ത്രീ എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര മോശം ക്യാരക്ടറാണ്, മോശം ക്യാരക്ടർ. അവരെന്നോട് ചോദിക്കുകയാണ്,
നിനക്ക് വേറെ ആരെയും കിട്ടിയില്ലേ? ചെറിയ ചെക്കനെ കല്യാണം കഴിക്കാൻ കിട്ടുള്ളൂ, നിനക്ക് എന്താ കുറച്ച് പ്രായമായ ആളിനെ കല്യാണം കഴിക്കുക? ഞാൻ പറയട്ടെ, ഞാൻ വയസ്സായ ആൾക്കാരെ കല്യാണം കഴിക്കണമെന്ന് എന്താ അത്ര നിർബന്ധം? ഞാൻ ചെറിയ ചെക്കനെ കെട്ടിയാൽ എന്താ എനിക്ക് പറ്റില്ലേ? എനിക്കിപ്പോൾ 32 വയസ്സ്, ഒരു 26, 27 വയസ്സായ ചെക്കന്മാരെ കല്യാണം കഴിച്ചു പറഞ്ഞിട്ട് അവർക്ക് പ്രശ്നമില്ലെങ്കിൽ ഞാൻ അവരുടെ കല്യാണം കഴിക്കണില്ല, എന്താ പ്രശ്നം? അതിലും കുറച്ച് അസൂയ പിടിച്ച തള്ളമാര് വിളിച്ചിട്ട് എന്നോട് ഞാൻ പറയട്ടെ, ഏത് യൂട്യൂബേഴ്സിനാണ് നിങ്ങളെ വിളിച്ചിട്ട് നേരിട്ട് സംസാരിക്കല്? ഏത് യൂട്യൂബേഴ്സിൻ്റെ കാര്യങ്ങളാണ് നിങ്ങളെ വിശദീകരിച്ചിട്ട് ഫോണിൽ വിളിച്ച് ചോദിക്കല്? ഞാനൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഫോൺ കോള്, എന്താ പറയുക, ഒരാവശ്യത്തിന് വേണ്ടിയിട്ടാണ് എൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ നിങ്ങൾക്ക് ഇങ്ങനെ വിളിച്ചിട്ട് നിങ്ങളുടേതായ കാര്യങ്ങൾ എൻ്റെ മേലെ അടിച്ചേൽപ്പിക്കാനുള്ളതല്ല എൻ്റെ നമ്പർ അവിടെ കൊടുത്തിരിക്കുന്നത്. അതും കൂടി ഒന്ന് മനസ്സിലാക്കണം. പിന്നെ എൻ്റെ ലൈഫ് എന്ന് വെച്ചാൽ എനിക്കും കൂടി ഇഷ്ടപ്പെട്ടിട്ട് വേണ്ടേ? ഞാനിപ്പോൾ ഒരു 10-60 വയസ്സായ ചങ്ങാതിനെ കല്യാണം കഴിക്കണമെന്ന് നിങ്ങൾ പറയുന്നല്ലോ. വയസ്സായ കല്യാണം കഴിക്കണ അതെനിക്കും കൂടി തോന്നണ്ടേ? വയസ്സായവരുടെ കല്യാണം കഴിക്കണോ, നല്ലവരുടെ കല്യാണം കഴിക്കണോ എന്നൊക്കെ. അവർ പറയുകയാണ് എൻ്റെ അടുത്ത്, നിനക്ക് കുറച്ച് പ്രായമായ ആളെ കെട്ടിക്കൂടെ, നീ എന്തിനും ചെറിയ ചെക്കന്മാരുടെ പിന്നാലെ നടക്കുന്നത്, ചെറിയ ചെക്കന്മാരിനെ എന്തിനാണ് നീ കല്യാണം കഴിച്ചെന്നൊക്കെ എന്നോട് ചോദിക്കാം. എനിക്കിങ്ങോട്ട് വന്നില്ല ദേഷ്യം. ഞാൻ പറഞ്ഞു, അതെൻ്റെ ഇഷ്ടമാണ്. ഞാൻ ആരിനെ കല്യാണം കഴിക്കണം, ആരിനെ കല്യാണം കഴിക്കണ്ടെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്, എൻ്റെ ലൈഫാണ്. പിന്നെ ചെറിയ ചെക്കൻ, ഇപ്പം ഇന്നത്തെ കാലത്ത് ഞാൻ പറയട്ടെ, ഇന്നത്തെ കാലത്ത് ചെക്കന്മാർക്ക് ചെറിയ പെൺകുട്ടികളല്ല വേണ്ടത്. അതിപ്പോൾ നിങ്ങൾ ഏത് തരത്തിലെടുത്ത് നോക്കിയാലും കാണാം, ഏത് കല്യാണം കഴിയാത്ത ചെക്കന്മാർക്കും കാണാം കല്യാണം കഴിഞ്ഞ ഒരു റിലേഷൻഷിപ്പ്, ഓരോ പെൺകുട്ടികളോടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാവും. 100% ഞാൻ പറയുന്നത് സത്യമാണ്. കാരണം അങ്ങനെയാണ് ഈ ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. കല്യാണം കഴിഞ്ഞ ആൾക്കാരുടെ പിന്നാലെയാണ് ഈ ചെക്കന്മാർ നടക്കുന്നത്. എന്തിന്? എൻ്റെ കസിൻസ് തന്നെ പറയുന്നുണ്ട് എന്നോട്, ഞങ്ങൾ കല്യാണം കഴിക്കണമെങ്കിൽ പ്രായമായ കുറച്ച് ആൻറ്റിമാരനെയാണ് ഞങ്ങൾക്ക് ഇഷ്ടം, ആൻറ്റിമാർ മതി, ആൻറ്റിമാരുടെ കല്യാണം കഴിച്ചാൽ മതി എന്നൊക്കെയാണ് പറയുന്നത് കുറച്ചുകൂടി. ഇന്നത്തെ കാലത്ത് ചെറിയ കുട്ടികളിലൊന്നും, പക്ഷേ ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളും ഈ ചെറിയ പെൺകുട്ടികളും മോശമൊന്നുമല്ല കേട്ടോ. അതിൽ ഇത്ര പെർഫെക്റ്റ് നമ്മൾ 92-ലെ പെൺകുട്ടികൾ എന്താ പറയുക, പേടിച്ച് വരച്ച് വീട്ടുകാരുടെ സമ്മതത്തിൽ കല്യാണം കഴിച്ച പോലെ നല്ല ഇപ്പോഴത്തെ പെൺകുട്ടികളും. അവർക്കും അവരുടേതായ ഇഷ്ടങ്ങളുണ്ട്. അവരും പ്രായമുള്ള ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നുണ്ട്, അല്ലാത്തവരെ തിരഞ്ഞെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇഷ്ടത്തിന് നമ്മളൊക്കെ ഇപ്പോൾ ഒരു എന്താ പറയുക, പഠിക്കുന്ന ടൈമിൽ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സ്നേഹബന്ധം, ആരെങ്കിലും നമ്മളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞാലും നമ്മൾ ഇത്ര ഡിഫറൻറ്റ് വെച്ചിട്ട് നമ്മൾ സംസാരിക്കുന്ന ആൾക്കാരാണ്. അവരവിടെ ഉണ്ടാവും, നമ്മളിവിടെ ഉണ്ടാവും. എന്നിട്ട് നമ്മൾ തമ്മിൽ സംസാരിക്കുന്ന ആ ഒരു കാലത്തിലായിരുന്നു നമ്മളൊക്കെ ജീവിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ സംഭവം അങ്ങനെയൊന്നല്ല. ഇപ്പോഴൊക്കെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ പിന്നെ കറക്കാണ്, പിന്നെ എല്ലാം കഴിയും. ഏതൊരു പെൺകുട്ടിയും പെർഫെക്റ്റ് അല്ല, ഏതൊരു ആൺകുട്ടിയും പെർഫെക്റ്റ് അല്ല. പിന്നെ ഇപ്പോൾ വളർന്നു വരുന്ന 7ാം ക്ലാസ് 6ാം ക്ലാസ് നമ്മളൊക്കെ പറഞ്ഞാൽ കുറച്ചും കൂടി മെച്യൂറായിട്ട് 8, 9ലൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമ്മളുടെ എന്താ പറയുക ഫസ്റ്റ് ലവ്. ഇതൊക്കെ ആർക്കും ലവ് ഇല്ലാത്ത ആൾക്കാരൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ അത് പറയണ്ട, ഞാനൊന്നും സ്നേഹിച്ചിട്ടില്ല അങ്ങനെയൊന്നുമില്ല. കാണാൻ കുറച്ച് കൊള്ളാവുന്നതല്ല. ഇപ്പോഴത്തെ പെൺകുട്ടികളൊക്കെ കാണുമ്പോൾ എന്താ പറയുക, കുറ്റം പറയല്ല കേട്ടോ. പൊതുവെ അവർക്ക് ആര് വേണമെങ്കിലും തിരഞ്ഞെടുക്കാനുള്ള ഒരു ഇതാണ്, പേടിയോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഞാൻ പറയട്ടെ, ഇന്നത്തെ കാലത്ത് നമ്മളെ കല്യാണം കഴിച്ചു കൊടുത്ത പോലെയൊന്നും ഇപ്പോഴത്തെ കാലത്ത് പറ്റില്ല, നടക്കില്ല. കാരണം അവരുടെ ഇഷ്ടമാണ്, അവർക്ക് ഇഷ്ടമുള്ള പോലെയാണ് അവർ ചെയ്യുള്ളൂ. അഥവാ നമ്മുടെ ഇഷ്ടത്തിന്, വീട്ടുകാരുടെ ഇഷ്ടത്തിന് അവരെ പിടിച്ച് കെട്ടിച്ചാലും അതിലെന്തെങ്കിലുമൊക്കെ പ്രശ്നം വരും. എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നിട്ട് പിന്നെ പിന്നീട് അവരവരുടേതായ ലൈഫിലേക്ക് തിരഞ്ഞ് പോകുന്ന ആൾക്കാരാണ് ഉള്ളത്. ഫുൾ അങ്ങനെയാണ്. അപ്പോൾ എനിക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ, അങ്ങനെ പറയണവരടുത്ത് എനിക്ക് പറയാനുള്ളതാണ്, ഓരോരുത്തരുടെ ലൈഫും. ഇപ്പോൾ എൻ്റെ ലൈഫ് എനിക്ക് തിരഞ്ഞെടുക്കാനുള്ള അവകാശം, എനിക്ക് ഇതുവരെ അവകാശമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പണ്ട് നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ അങ്ങനെ ഒരു അവകാശം ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ടാവും.